സർ, നമ്മുടെ അടുത്ത് പാരൻസ് കൂടുതലും കുട്ടികളെ കൊണ്ടുവരുന്നത് പല്ല് പൊന്തി എന്നുള്ള ഒരു ഇത് കാണുമ്പോഴാണ്. ഈ പല്ല് പൊന്തിയതല്ലാതെ വേറെ എന്തെങ്കിലും അവർക്ക് തന്നെ നോക്കിയിട്ട് ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാം എന്ന് പറയാവുന്ന എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ചെയ്യണം. പാരൻസ് സാധാരണ കുട്ടികളെ പല്ല് പൊന്തി എന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. പക്ഷേ വളരെ സിമ്പിളായി പാരൻസിന് തന്നെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗമായിട്ടാണ് നാം തരംതിരിച്ചിരിക്കുന്നത്. സിമെട്രിക്കൽ ഫേസ്. നമ്മുടെ ഹെയർ ലൈൻ മുതൽ പുരികം വരെ, പുരികം മുതൽ മൂക്കിൻ്റെ അറ്റം വരെ, മൂക്കിൻ്റെ അറ്റം മുതൽ താടി വരെ, ഈ 3 ഭാഗം ഒരേപോലെയാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സാധാരണ വായ തുറന്ന് കിടന്ന കുട്ടികൾ, അതേപോലെ പാരമ്പര്യമായിട്ട് മോണ പൊന്തുന്ന പാരൻസിൻ്റെ കുട്ടികൾ, അവർക്ക് ഈ ഭാഗത്തിന് ചെറിയ മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ കൂടുതലാവും, ചിലപ്പോൾ കുറവാകും. അത് ഡയറക്റ്റ്ലി തന്നെ നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത്, മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയും. ഈ ഭാഗത്ത് എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്ത ഡെൻറ്റിസ്റ്റിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ അവർ വേണ്ട നിർദ്ദേശം നിങ്ങൾക്ക് തരുന്നു.